ക്യാമറാമാൻ തന്റെ ലേഡി സുഹൃത്തിനെ ക്രൂരമായി കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിനടുത്ത് കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ് ഈ സംഭവം നടന്നത്. സ്വകാര്യ ചാനലിലെ പ്രോഗ്രാമിലെ അസിസ്റ്റന്റ് ക്യാമറാമാനാണ് കുമാർ. അദ്ദേഹം പേയാട് പനങ്ങോടാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 3-4 വർഷമായി ഭാര്യയുമായി പിണങ്ങി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു കുട്ടിയുണ്ട്. കുട്ടിയെ ഭാര്യയുടെ മാതാപിതാക്കൾ സംരക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മറ്റൊരു സുഹൃത്തിന്റെ ഭാര്യയുമായിട്ട് അടുപ്പമായിരുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ ഒരാളുടെ ഭാര്യ ആശ. അവർക്ക് 42 വയസ്സുണ്ട്. കുമാറിന് 52 വയസ്സുണ്ട്. കുമാർ ഈ സ്ത്രീയുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ നിന്ന് പല പ്രാവശ്യം പണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവരെ ആശ മിലിറ്ററി ക്യാമ്പിലെ കരാർ തൊഴിലാളിയാണ്. അവിടെ അവര് ജോലി ചെയ്യുന്നുണ്ട്. ഭർത്താവ് കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്. 2 മക്കളും ഉണ്ട്. കുടുംബമായിട്ട് അവര് പേയാട് ചെറുപാറയിൽ താമസമാണ്. ക്യാമറാമാനുമായിട്ട് ഇവർക്ക് അവിഹിതമായ ബന്ധങ്ങൾ പുലർത്തിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് ഇയാൾ KSRTCക്ക് അടുത്തുള്ള കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ ഒരു മുറിയെടുത്തു. ആ ടൂറിസ്റ്റ് ഹോമിന്റെ ഉടമയായിട്ട് അടുപ്പമുണ്ട്. അയാളെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൂടെ ഒരു സുഹൃത്ത് ലേഡിയും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഏതായാലും അതിനൊക്കെ സമ്മതക്കുറവൊന്നുമില്ല. ഇപ്പം ലീവിങ് ടുഗദറൊക്കെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ലോഡ്ജുകളിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും പെടുത്താറില്ല. ഇവിടെ ഇപ്പം രാവിലെ സ്വകാര്യ ചാനലിലെ 5:30 ഡ്യൂട്ടിക്ക് എത്തേണ്ടതാണ്. അവർ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. തിരുവനന്തപുരത്ത് വന്ന് താമസിച്ച പേര് അവർക്കറിയാം. അയാൾ സാധാരണ വന്ന താമസിച്ച കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിലാണ്. അവിടെ ഉണ്ടാവുമെന്ന് കരുതി അവിടെ പല പ്രാവശ്യം ഫോണിൽ വിളിച്ചു. 6-6:30 മണി വരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇയാൾ അവിടെ ഉണ്ടെന്നറിയാം. ഏതായാലും അവർ പോലീസിൽ വിളിച്ചു പറഞ്ഞു. തമ്പാനൂർ പോലീസ് ഉടൻ തന്നെ കൊടിയിൽ ടൂറിസ്റ്റ് ഹോമിൽ എത്തി. മുറിയകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നതായി കണ്ടു. ഏതായാലും വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി. അതിദാരുണമായ ചില രംഗങ്ങളാണ് കണ്ടത്. ഒരു സ്ത്രീയെ ക്രൂരമായി കൊലപ്പെടുത്തി കട്ടിലിനടിയിലിട്ടിരിക്കുന്നു. കുമാർ എന്ന ക്യാമറാൻ 52 വയസ്സുകാരൻ അയാള് ഫാനിൽ തൂങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. മുറി മുഴുവൻ രക്തം തളം കെട്ടിക്കിടന്നു. ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആശയുടെ കഴുത്തില് 4 കുത്തുകളുണ്ട്. ഇയാൾ മൂർച്ചയേറിയ 3 കത്തികൾ അവിടെ ആ മുറി വാങ്ങിച്ചു വെച്ചിരിക്കുന്നു. ഇതൊരു പ്ലാൻഡ് മർഡറാണ്. ഇവരെ കൊലപ്പെടുത്താൻ തന്നെ തീരുമാനിച്ചു. ഇവരെ ഇന്ന് പല പ്രാവശ്യമായിട്ട് ഇയാൾ പണവും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് അവർ തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും. കൊടുക്കാൻ കഴിയില്ല. കൊടുക്കാനുള്ള സാമ്പത്തിക ഇയാളില്ല. ഇയാൾ ഭാര്യയായിട്ട് പിണങ്ങി ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. ഇവരുമായിട്ട് അവിഹിത ബന്ധമുണ്ട്. ഈ വിവരം നാട്ടിലെ ഒന്നും ആർക്കും അറിയില്ല എന്നാ പറയുന്നത്. പേയാട് ഉള്ളവർക്ക് ആർക്കും അറിയില്ല. പക്ഷേ ഈ ബന്ധം തുറന്നുകൊണ്ടിരുന്നു. ആ സ്ത്രീയുടെ നിന്ന് പല പ്രാവശ്യം ഇയാൾ പൈസയും വാങ്ങിച്ചു. അതേപ്പറ്റി ചോദ്യം വന്നിരിക്കാം. ഈ സ്ത്രീയെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞ് വിളിച്ചിരിക്കാം. ഇയാൾ മുറിയെടുത്ത ശേഷം പല പ്രാവശ്യം സ്ത്രീയെ വിളിച്ചിട്ടുണ്ട്. ഏതായാലും പതിവ് പോലെ വീട്ടിൽ നിന്ന് ആശ ജോലിക്ക് പോവുകയാണെന്ന് പറഞ്ഞ് പോയി. രാവിലെ തന്നെ ജോലിക്ക് പോയി. ബാഗൊക്കെ എടുത്തുകൊണ്ട് പോയി. ഈ മുറിയില് ഒരു ബാഗ് നിറയെ അവരുടെ തുണികളാണ്. അപ്പൊ അവരോ യാത്രയ്ക്കോ എവിടെ പോകാൻ തന്നെ തീരുമാനിച്ച് അവർ വന്നിരിക്കുന്നു. പിന്നെ അതുകൂടാതെ 1-2 ദിവസത്തെ ഭക്ഷണങ്ങളൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പം നിവൃത്തിയില്ലാതെ കുമാർ ഇവരെ വിളിച്ചു വരുത്തി, നമുക്ക് എവിടെയെങ്കിലും പോകാം, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും സ്ഥലം വിടാം, അങ്ങനെ അല്ലെങ്കിൽ കുടുംബമായിട്ട് എവിടെയെങ്കിലും വീടെടുത്ത് താമസിക്കാം എന്നൊക്കെ ആയിരിക്കാം. പക്ഷെ അയാൾ പ്രീ പ്ലാൻഡ് മർഡറാണ് ഇത് എന്ന് പറയാൻ കാരണം മൂർച്ചയേറിയ 3 കത്തികൾ വാങ്ങിച്ച് മുറിയിൽ വെച്ചിരിക്കുന്നു. അവരെ ഡിഫൻസീവ് വൂണ്ട് അവരെ ദേഹത്തുണ്ട്. കാരണം ഒരു മൽപ്പിടുത്തം നടന്ന ലക്ഷണങ്ങളുണ്ട്. അവരെ ബലം പ്രയോഗിച്ച് കൊലപ്പെടുത്തിയും തന്നെ തോന്നുന്നു. കഴുത്തിന്റെ മുൻവശത്ത് 4 കുത്തുകൾ കാണുന്നുണ്ട്. എന്തായാലും ഇവരുമായിട്ട് കഴിഞ്ഞ 3-4 വർഷമായി അവിഹിതമായ ബന്ധമുണ്ട്, അവിഹിതമായ ഇടപാടുകളുണ്ട്. ഇയാളുടെ കുടുംബം, അയാളുടെ ഭാര്യയും അയാൾക്ക് നഷ്ടപ്പെട്ടു കുമാറിന്. അതേപോലെ ആശയ്ക്ക് 2 മക്കളുണ്ട്, ഭർത്താവുണ്ട്. ആശ ജോലിക്ക് പോയിട്ട് രാത്രി മടങ്ങി വരാത്തതുകൊണ്ട് ഭർത്താവ് അവരെ പല പ്രാവശ്യം വിളിച്ചു.
ഫോൺ എടുക്കുന്നില്ല. അവർ ജോലി ചെയ്യുന്ന അവരുടെ സഹപ്രവർത്തകരെ വിളിച്ചു. ആശ ശനിയാഴ്ച ലീവ് എടുത്തിരിക്കുകയാണ്, അവിടെ വരില്ല എന്ന് പറഞ്ഞു. ഭർത്താവിന് സംശയമായി, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അപകടം പറ്റി എന്ന് തോന്നി. വെളുപ്പിശാല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അവിടെ കേസ് രാത്രി 11 മണിക്ക് രജിസ്റ്റർ ചെയ്തു. എവിടെ പോയി എങ്ങോട്ട് പോയി ഒന്നും ഒരു അറിവില്ല. ഇയാള് ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ വിളിച്ചിട്ടും അവിടെ ഇയാളുടെ സഹോദരങ്ങൾ ഒക്കെ വിളിച്ച് ഈ അന്വേഷണങ്ങൾ പല സ്ഥലത്തോട്ട് നീങ്ങി. ഏതായാലും ജോലിക്ക് വരാത്തത് കൊണ്ട് അവര് ഇയാളെ പല പ്രാവശ്യം വിളിച്ചു. രാവിലെ വരുമായിരിക്കാം, 5:30 മണി മുതൽ ജോലി തുടരേണ്ടതാണ്, പക്ഷേ 6-6:30 എത്താത്തതുകൊണ്ട് പോലീസ് വന്ന് നോക്കിയപ്പോഴാണ് ക്രൂരമായ ഈ കൊലപാതകം കാണുന്നത്. ഇത് ലിവിങ് ടൂതറിന്റെ ഒരു ഭാഗം തന്നെയാണ്. പല കുടുംബക്കാരും നമുക്കറിയാം കേരളത്തില് അവരവരുടെ കുടുംബത്തിനെയും ഭാര്യയും മക്കളെയും വിട്ട് മറ്റു ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്ത്, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന കുടുംബം സ്വന്തം കുടുംബവും നശിക്കും, ആ കുടുംബവും നശിക്കും, 2 കുടുംബങ്ങളും നശിക്കും. എന്തായാലും ലിവിങ് ടൂതറിന്റെ ഒരു ദാരുണമായ അന്ത്യമാണ് ഇതിനകത്ത് കാണുന്നത്. അത് എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ.